എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ ഈ തിളച്ച് വരുന്നതെന്ന് മനസ്സിലായോ? നിങ്ങൾ തമ്പനയിൽ കണ്ട ഒരു പുഡിംഗ് അല്ലേ, അതായത് ബോൾ ഗ്രേപ്പ് പുഡിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ചൂടൊക്കെ അല്ലേ. അപ്പം നമുക്ക് ഈ പുഡിംഗ് ഒന്ന് കഴിച്ചിട്ട് നമുക്കൊന്ന് തണുത്താലോ? എന്ത് ചൂടാണല്ലേ. നമ്മളെല്ലാവരും വെളിയിലിറങ്ങിയാൽ അപ്പം കരിഞ്ഞു പോകുന്ന പോലത്തെ ചൂട്, ഭയങ്കര വെയിലാണല്ലേ. അപ്പോൾ ആ ചൂട് സമയത്ത് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് നല്ല തണുത്ത എന്തെങ്കിലും ജ്യൂസ് പോട്ടെ, ഇതൊരു വെറൈറ്റി ആയിട്ട് പുഡിംഗ് ആയാലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി പുഡിങ്ങാണ്, ബോൾ ഗ്രേപ്പ് പുഡിംഗ്. നമ്മളിത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമ്മുടെ വീട്ടിലുള്ളത് മാത്രം. ഇപ്പോൾ ഗ്രേപ്സിൻ്റെ സീസണല്ലേ, അപ്പോൾ അത് വാങ്ങാൻ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അത് ലാഭത്തിന് കുറേ വാങ്ങാൻ കിട്ടും. അപ്പം ഇതിൽ 2 ബൗൾ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഗ്രേപ്സ് ഇല്ലേ, അതാണ് കേട്ടോ വേണ്ടത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന മുന്തിരിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ അടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ഇടയിൽ കുരുവൊക്കെ ഉണ്ടാകും. കുരുവും കൂടെ ചേർത്താണല്ലോ നമ്മൾ അരിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു വെള്ളം മാത്രം, അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പുഡിങ് കഴിക്കുമ്പോഴും നല്ല രസമായിരിക്കും. ഇടയ്ക്ക് കുരുവൊക്കെ വന്നാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇത് ചായ വെക്കുന്ന പാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുമ്പേ അരിച്ചെടുത്ത പൾപ്പുണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്ക് പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പാല് ചേർക്കുന്നില്ല, വെള്ളം ചേർത്ത് കൊടുത്തത്. പിന്നെ 500 ml വെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. തിള വരുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ ജെലാറ്റിനൊന്ന് മെൽറ്റായി വരണം. നല്ല കുതിച്ച് തിള വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണം. എന്നിട്ട് നമ്മൾ അതൊന്ന് പിന്നെയും അരിച്ചെടുക്കുന്നുണ്ട്. അതിൽ കുഞ്ഞി തിള വന്നതിൻ്റെ പതയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കി ആ ട്രെയിൽ വെക്കുമ്പം തന്നെ കാണാനൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പിന്നെയും അരിക്കുന്നുണ്ട്. അപ്പോൾ ആ ജെലാറ്റിനും അത് തിളച്ചതിൻ്റെ അതെല്ലാം ഒന്ന് മാറി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ തണുത്തതിന് ശേഷം ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളുണ്ട്, ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ആ പുഡിങ്ങിൻ്റെ അത് നമ്മൾ ആ ട്രെയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഇതിലായിട്ട് പുഡിങ്ങിൻ്റെ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 ടിന്നിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബോൾ ഗ്രേപ്പ് ഷേപ്പ്, അതായത് ബോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ഈ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മളൊരു സെറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നമുക്കൊരു ബോൾ, പെർഫെക്റ്റ് ബോൾ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. നല്ല രസമാണ്. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ട്രെയിൽ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതായത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ ജെല്ലിയുടെ കൂടെ ഇതും കൂടെ ഇങ്ങനെ ബോൾ പോലെ കഴിക്കുമ്പോൾ നമുക്ക് രസമല്ലേ. അതിങ്ങനെ ചെറുതായിട്ട് ഇളക്കിയിട്ട് കയ്യിലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ജെല്ലിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ജെല്ലിയുടെ പുഡിങ്ങും സെറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ബോളിൻ്റെ ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇല ഞാനിങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. നല്ല ബോൾ ഗ്രേപ്പിൻ്റെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം ആൾക്കാർക്കെല്ലാം ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോൾ ഗ്രേപ്പ് പുഡിങ് ജസ്റ്റ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ജെല്ലി പോലെ, ജെല്ലിയൊക്കെ കഴിയാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ.
അപ്പോൾ വിളിക്കുന്നത് വാങ്ങിക്കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണേ ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.